ആശുറ ദിവസത്തിൽ ദുആക്ക് ഉത്തരമുണ്ട് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെറിയൊരു ചരിത്രം പറയാം. ബസ്റയിൽ ധാരാളം സമ്പത്തും അനുയായികളുമുള്ള ഒരു വലിയ സമ്പന്നൻ ജീവിച്ചിരുന്നു. ബസ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ധാരാളം സമ്പത്തും അനുയായികളുമുള്ള വലിയൊരു ധനികൻ ജീവിച്ചിരുന്നു. എല്ലാ മനുഷ്യർക്കും ആ മനുഷ്യൻ എല്ലാ സമയത്തും ഉപകാരം ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ എല്ലാ വർഷവും ആശുറ ദിനം വന്നാൽ അദ്ദേഹം ആ നാട്ടിലുള്ള ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടും. അങ്ങനെ തൻ്റെ വീട്ടിൽ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാ മനുഷ്യരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു. ദിക്റുകളും തസ്ബീഹുകളുമായി ആശുറയുടെ രാത്രിയെ സജീവമാക്കാറുണ്ട്. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി ആ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരു ഹൽഖ പോലെ ഇരുന്നു കൊണ്ട് ധാരാളം ഖുർആൻ ഓതുന്നു. ചില മനുഷ്യർ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു, ചില മനുഷ്യർ ദിക്റുകൾ ചൊല്ലുന്നു, ചില മനുഷ്യർ സ്വലാത്തുകൾ ചൊല്ലുന്നു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഇരുന്നു കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നു മാത്രമല്ല, ആ ദിവസത്തിൽ ആ മജ്ലിസിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും സുഭിക്ഷമായ ഭക്ഷണം നൽകുന്നു. ആ നാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട്, ആ നാട്ടിലുള്ള വിധവകളെ അന്വേഷിച്ചുകൊണ്ട്, ആ നാട്ടിലുള്ള അനാഥകളായ മക്കൾ ആരൊക്കെയാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നു. അവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അവർക്ക് ആവശ്യമായ നന്മകൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു. ഇത് ഒരു വർഷത്തിലാണോ? അല്ല. ഏതെങ്കിലും 1-2 വർഷത്തിലാണോ? അല്ല. എല്ലാ വർഷത്തിലും ഈ മനുഷ്യൻ തൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള മജ്ലിസിൽ ഒരുക്കുകയാണ്. അങ്ങനെ ഈ ധനികനായ മനുഷ്യന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയൂല. പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി എല്ലാ വർഷവും ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ഉടനെ തന്നെ പ്രിയപ്പെട്ട ഉപ്പയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യാ അബീ, നമ്മുടെ അയൽപക്കത്തുള്ള ധനികനായ ഈ മനുഷ്യൻ എന്തിനാണ് എല്ലാ ആശൂറയുടെ ദിവസങ്ങളിലും ഇതുപോലെ ചെയ്യുന്നത്? എല്ലാ വർഷത്തിലും ഇതുപോലെ മജ്ലിസ് ഒരുക്കുന്നുണ്ടല്ലോ. ഒരുപാട് മനുഷ്യർ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്ന, ദിക്റുകൾ ചൊല്ലുന്നു. ആ മനുഷ്യർക്ക് മുഴുവനും അയാള് ഭക്ഷണം കൊടുക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു. എന്താണ് ഈ രാത്രിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവ് പ്രിയപ്പെട്ട മോൾക്ക് മറുപടി കൊടുക്കുന്നു, ഹാദിഹി ലൈലത്തു ആശൂറാ, ഇത് മുഹറം 10 രാത്രിയാണ്. സാധാരണ രാത്രി പോലെയുള്ള രാത്രിയല്ല, ഇത് മുഹറം 10 പവിത്രമായ രാത്രിയാണ്. വലഹാ ഹുർമത്തുൻ ഇൻദല്ലാഹ്, ഈ രാത്രിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച രാത്രിയാണ്. ധാരാളം അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്തേക്ക് വർഷിച്ച രാത്രിയാണ്. ആദ്യമായി ഭൂമിയിലേക്ക് മഴ ലഭിച്ച രാത്രിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച രാത്രിയാണ്. എല്ലാ മലക്കുകളെയും സൃഷ്ടിച്ച രാത്രിയാണ്. ഭൂമി ലോകത്തേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ആദ്യമായിട്ട് ഇറങ്ങി വന്ന രാത്രിയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശലോകത്തേക്ക് ഉയർത്തിയ രാത്രിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷിച്ച രാത്രിയാണ്. ഇങ്ങനെ അനേകം പ്രത്യേകതകൾ അടങ്ങിയിട്ടുള്ള രാത്രിയാണ്. വഫളായിലുൻ കസീറാ, അതുകൊണ്ട് തന്നെ ഈ രാത്രിക്ക് ധാരാളം ഫളായിലുകളുണ്ട്. ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ ആര് കരങ്ങൾ ഉയർത്തുന്നുവോ
ആ മനുഷ്യനെ അള്ളാഹു തട്ടാത്ത രാത്രിയാണ്. അവന്റെ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ് മോളെ എന്ന് പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഈ മറുപടി ആ മോളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അങ്ങനെ തന്റെ വീട്ടിലുള്ള എല്ലാ മനുഷ്യരും കിടന്നുറങ്ങുന്നു. പ്രിയപ്പെട്ട ഉപ്പയും പ്രിയപ്പെട്ട ഉമ്മയുമെല്ലാം ആ രാത്രിയിൽ കിടന്നുറങ്ങുന്നു. അപ്പോഴും അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നുണ്ട്, ദിക്റുകൾ കേൾക്കുന്നുണ്ട്, സ്വലാത്തുകൾ കേൾക്കുന്നുണ്ട്, തസ്ബീഹിന്റെ ഈരടികൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കാതോർത്തിരുന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട മകൾ അത്താഴത്തിന്റെ സമയം വരെ ഉറക്കമുളച്ചിരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ആ മകൾ ഉറക്കമുഴച്ചിരിക്കുകയാണ്. കൂടെ ആ തന്നാൽ കഴിയുന്ന രൂപത്തിൽ ആ മകളും ഖുർആൻ ഓതുന്ന ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അങ്ങനെ അത്താഴത്തിന്റെ സമയമായപ്പോൾ, ഖുർആൻ ഖത്മ ചെയ്ത് ദുആ ചെയ്യുന്ന സമയമായപ്പോൾ ആ പ്രിയപ്പെട്ട മകൾ ആകാശ ലോകത്തേക്ക് തല ഉയർത്തുകയാണ്. തന്റെ ഇരുനയനങ്ങളും വാനലോകത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട മകൾ അല്ലാഹുവിന്റെ മുന്നിൽ കരയുകയാണ്. യാ സയ്യിദി വ മൗലായ ബിഹുർമതി, യാ സയ്യിദി, എന്റെ യജമാനനായ അല്ലാഹ്, ومولاي بحرمة هذه الليلة عندك وبهؤلاء الأقوام الذين باتوا يتلون ذكرك ساهرين في طاعتك إلا ما عفيتني ومسحت ضدي وجبرت قلبي بعد كسري. അള്ളാഹുവിന്റെ മുന്നിലേക്ക് കരം ഉയർത്തിക്കൊണ്ട് എന്റെ യജമാനനായ എന്റെ നേതാവായ അല്ലാഹ്, ഈ ദിവസത്തിന്റെ മഹത്വം കൊണ്ടും നിനക്ക് വേണ്ടി നിന്റെ സ്മരണയിലായി നിനക്ക് വേണ്ടി ദിക്ർ ചെയ്തുകൊണ്ട് രാത്രി മുറക്കമൊഴിച്ചിരുന്ന ഈ ആളുകളുടെ മഹത്വം കൊണ്ട് ആ മനുഷ്യരെ തവസ്സുലാക്കി, ആ മനുഷ്യരെ വസീലയാക്കി എന്റെ യജമാനനായ എന്റെ നേതാവായ അല്ലാഹ് നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, യാ അല്ലാഹ്, എനിക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. എന്റെ കാലിന്റെ അസുഖത്തെ നീ മാറ്റി തരണം അല്ലാഹ്. എന്റെ പ്രയാസങ്ങൾ എനിക്ക് നീ നീക്കി തരണം അല്ലാഹ്. തകരുന്ന എന്റെ മനസ്സിന് പരിപൂർണ പരിഹാരം നൽകണം അല്ലാഹ്. വജബർത ഖൽബി ബഅദ കസിരി, നടക്കാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും നിന്റെ ഹൃദയം വിങ്ങലിക്കുന്നുണ്ട് അല്ലാഹ്. എന്റെ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ സങ്കടങ്ങളുണ്ട് അല്ലാഹ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ എത്ര മനുഷ്യരാണ് ഖുർആൻ ഓതുന്നത്, എത്ര മനുഷ്യരാണ് ദിക്ർ ചൊല്ലുന്നത്. അതുകൊണ്ട് ആ മനുഷ്യരെ, ആ ദിക്ർ ചൊല്ലുന്ന മനുഷ്യർക്ക് പ്രത്യേകതയുണ്ടല്ലോ. അവരെ വസീലയാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു, അഫൈതനീ, എനിക്ക് നീ സുഖം നൽകണം അല്ലാഹ്. ഈ പ്രിയപ്പെട്ട പൊന്നുമോൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആശൂറയുടെ രാത്രിയിൽ അത്താഴത്തിന്റെ സമയത്ത് കരങ്ങൾ ഉയർത്തുകയാണ്. പിറ്റേയായി അത്താഴത്തിന്റെ സമയത്ത് കരങ്ങൾ ഉയർത്തുകയാണ്. അവരുടെ പ്രാർത്ഥന പൂർത്തിയായപ്പോഴേക്കും ആ അത്താഴത്തിന്റെ സമയം തീരുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ രോഗങ്ങളും വേദനകളും നീങ്ങുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമകൾ എഴുന്നേറ്റ് കൊണ്ട് നടക്കുകയാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ചികിത്സാ രീതികൾ അവിടെ നടന്നിട്ടില്ല. ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിന്റെ ചികിത്സാ രീതികൾ അവിടെ നടന്നിട്ടില്ല. ഒരു ഓപ്പറേഷനോ ഒരു സിസേറിയനുകളോ ആ സമയത്ത് നടന്നിട്ടില്ല. പകരം നടന്നത് കരയുന്ന കണ്ണുകളുമായി അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തിയ ഒരു പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുക
മാത്രമാണെന്ന് ചെയ്തത്. പക്ഷെ പുലരുന്നതിന്റെ മുമ്പ് തന്നെ ആ മകൾ എഴുന്നേറ്റുകൊണ്ട് നടക്കുകയാണ്. സുബ്ഹിയുടെ സമയത്ത് റൂമിലേക്ക് വന്ന പ്രിയപ്പെട്ട ഉപ്പ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട മകൾ എഴുന്നേറ്റുകൊണ്ട് നടക്കുന്നതാണ്. ആ സമയത്ത് ചോദിക്കുന്നു, മോളെ, എങ്ങനെയാണ് നിന്റെ പ്രയാസങ്ങൾ മാറിയത്? ആരാണ് നിന്റെ പരീക്ഷണങ്ങളെല്ലാം നീക്കിയത്? എങ്ങനെയാണ് മോളെ നീ എഴുന്നേറ്റ് കൊണ്ട് നടന്നത്? ആ സമയത്ത് പ്രിയപ്പെട്ട മകൾ മറുപടി പറയുന്നു, യാ അബതീ ഇന്നി തവസ്സൽതു ബിഹാദിഹിൽ ലൈലതി ഇലാ സയ്യിദീ. പവിത്രമായ ഈ രാത്രിയിൽ ഇന്നി തവസ്സൽതു ബിഹാദിഹിൽ ലൈലതി ഇലാ സയ്യിദീ, എന്റെ യജമാനനായ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ വസീലയാക്കി. എന്റെ യജമാനനായ റബ്ബിന്റെ മുന്നിൽ വസീലയാക്കി ഞാൻ കരഞ്ഞു ഉപ്പാ. എന്റെ അസുഖങ്ങൾ മാറാൻ വേണ്ടി ഞാൻ കരഞ്ഞു. ഫഅസാല ളുർജി വഅഫാ ജസദീ. അങ്ങനെ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ എന്റെ പ്രയാസങ്ങളെല്ലാം എന്റെ റബ്ബ് നീക്കി തന്നു. വഅഫാ ജസദീ, എന്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. കേൾക്കണേ കേൾക്കണേ, കേൾക്കേണ്ട ചരിത്രമാണ്. നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാനുള്ള രാത്രിയാണ് പരിശുദ്ധമായ ആശൂറയുടെ രാത്രി. കടങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടോ? ആ രാത്രിയിൽ ഖുർആൻ ഓതി അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അസുഖങ്ങളായിക്കോട്ടെ, ദാരിദ്ര്യങ്ങളായിക്കോട്ടെ, വൈകല്യങ്ങളായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ആശൂറയുടെ രാത്രിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്താൻ നമ്മൾ ഒരുക്കമാണോ? അല്ലാഹു നമ്മളെ തട്ടുകയില്ല. കരുണയുടെ കടലായ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പാതിരാ സമയത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തന്റെ അടിമ തന്നോട് സംസാരിക്കുന്ന സ്വരമാണ്. അല്ലാഹുവിന്റെ അടിമ ഖേദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന സ്വരമാണ്. അതുകൊണ്ട് ഈ ആശൂറയുടെ രാത്രി നമുക്ക് കരയാനുള്ള രാത്രികളാവണേ. ഈ ആശൂറയുടെ രാത്രി നമുക്ക് കരയാനുള്ള രാത്രികളാകണേ. അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് ഈ ലോകത്തും നാളെ പരലോകത്തും നമുക്ക് സന്തോഷം ലഭിക്കാൻ ഈ രാത്രി കാരണമാകണേ. അല്ലാഹുവേ, പവിത്രമായ രാത്രികളിൽ നിന്നിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്.